ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി കഥ തന്നെ പറയാം. ഞാനൊരു ദിവസം വീടിന്റെ അപ്പുറത്തുള്ള ഒരു കടയിലേക്ക് സൈക്കിളായിട്ട് പോയിട്ടാ. സൈക്കിൾ അവിടെ വെച്ചിട്ട് തിരിച്ച് നടന്നു വന്നു. സൈക്കിൾ കൊണ്ട് കാര്യം മറന്നുപോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസം പോയപ്പോ അവിടെ ആ സൈക്കിൾ ഇല്ല. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞു. എല്ലാവരോടും ചോദിച്ചു. വീട്ടിൽ നല്ല ചീത്തയൊക്കെ കേട്ടു. പോയിണ്ടാവും ഏതെങ്കിലും കള്ളന്മാരെടുത്തോണ്ടായിണ്ടാവും വിചാരിച്ചിട്ടാ. ഇഷ്ടം അവിടെ അല്ല, ഈ കള്ളന്മാരല്ല ഈ സൈക്കിൾ എടുത്തോണ്ടായിരുന്നു, പോലീസുകാരായിരുന്നു. കാരണം ഈ രാത്രിയായിട്ട് സൈക്കിള് ഇങ്ങനെ എവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പോലീസുകാർ എടുത്തോണ്ടായി സ്റ്റേഷനിൽ വെച്ച്. എന്നിട്ടൊരു വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഹെൽമെറ്റില്ലാണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. സംഭവമായപ്പോ അടുത്തുള്ള ആളുടെ ഒപ്പം കൂടെ പോയിണ്ടായിരുന്നു. അവിടെ പോയപ്പോണ്ട് പാർക്കിംഗ് ഷെഡില് നമ്മുടെ സൈക്കിൾ ഇരിക്കണം. അതേപോലത്തെ അതന്നെയാണല്ലോ. പിന്നെ ഞാനൊട്ടിച്ച മറ്റേ നമ്മൾ കുറെ പരിപാടികൾ ചെയ്യൂലോ, അതൊക്കെ അതുമുണ്ട്. ഞാൻ പറഞ്ഞത് സൈക്കിൾ തന്നെയാ, നമ്മുടെ സൈക്കിൾ തന്നെയാന്നുള്ളത് മനസ്സിലായി. എന്താ ഉള്ളിൽ കയറിയിട്ട് പോലീസുകാരോട് സംസാരിച്ച് എൻ്റെ സൈക്കിളിന് എത്ര നാളായിട്ട് അങ്ങനെ കാണാണ്ടായിരുന്നു, ഞാൻ അവിടെ വെച്ച് മറന്നു പോയതായിരുന്നു. ഈ പോലീസുകാര് ഫുള്ളിന്റെ ചുറ്റും കൂടിയിട്ട് ഞാൻ എന്തോ മറ്റേ കൊലപാതകയുടെ പോലെ തന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്നോട് ചോദിച്ചു, നീ കള്ളു കുടിക്കോടാ, നീ മറ്റേ കഞ്ചാവല്ലേ, സ്റ്റാമ്പല്ലേ? സ്റ്റാമ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം. ഞാൻ പറഞ്ഞു, മറ്റേ ചോട്ടാ ഭീമിന്റെ സ്റ്റാമ്പാണോ ഉദ്ദേശിക്കുന്നതൊക്കെ. കോമഡി സീനായിരുന്നു. ഞാൻ നീ കള്ളു കുടിച്ചിട്ടാണോ നടക്കണേ? സംഭവം മറന്നുപോയി, അത് വേറെ കാര്യം. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ പൊന്നെ, അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓ പൊളി. ഇങ്ങനെ നമ്പർ ലോക്ക് ഉണ്ടായിരുന്നു ഈ സൈക്കിളിന്. അപ്പൊ ആ നമ്പർ ലോക്ക് ഞാൻ തുറന്നപ്പോ അവർക്ക് മനസ്സിലായി എന്റെ തന്നെയാണ്. അങ്ങനെ ആ സൈക്കിൾ തിരിച്ചു കിട്ടി. അപ്പൊ ശരി, ദിസ് ഇസ് ഡേ 22 of 100 daily short videos. നാളെ കാണാം. ബൈ ബൈ, ടാറ്റ.